അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ മെല്ലെ കട്ടിങ് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഉണ്ടോ, ഞാനിത് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തു. ഈ പ്ലാന്റിൻ്റെ മുകളിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തു, പിടിച്ചു, ഫ്ലവറിങ് വന്നു. ഞാനിതിപ്പോൾ കട്ട് ചെയ്തതാണ്. അടുത്ത ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓക്കെ, ഇത് തളിരൊക്കെ വന്ന് കണ്ടില്ലേ. അടുത്ത ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞ് ഒരു പരിധിയിലപ്പുറത്തേക്ക് ഗ്രാഫ്റ്റിംഗ് ടൈപ്പിനെ നിലനിർത്താൻ പാടില്ല. നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ് ഞാനിതിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, മേൽഭാഗത്ത് തടി വന്നു, അതായത് ബ്രാഞ്ച് തടിക്കുന്നതിനനുസരിച്ചിട്ട് മേൽഭാഗത്ത് തടിച്ചു, അടിഭാഗത്ത് നിന്ന് തടിച്ചു. നമ്മൾ കെട്ടിവെച്ച ഭാഗം, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം റിമൂവ് ചെയ്താത്തത് കൊണ്ട് ഇവിടെ ആ ഗ്രാഫ്റ്റിംഗ് ടാപ്പിൻ്റെ ടൈറ്റ് കൊണ്ട് അവിടെ അത് അങ്ങനെ തന്നെ നിലനിന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഇനിയും ഈ ഗ്രാഫ്റ്റ് ഇത് ചെടി തടിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ചെറുതാവും, ഇവിടെയും വലുതാവും. അപ്പോൾ ബ്രാഞ്ചിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഗ്രാഫ്റ്റിംഗ് നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതും കണ്ടോ, അതേ രീതിയിലുണ്ടായിരുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ് ഇതും. ഞാനിപ്പോൾ അയച്ചതാണിത്. ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതും അതേ രീതിയാണ് വലുതായി വന്നത്. താഴെയും മേലെയും തടി കൂടി ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അത് അവിടെ തന്നെ നിലനിന്നു. അപ്പോൾ ഞാനിനിപ്പോൾ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ അയച്ച് ഒഴിവാക്കണം എന്നുള്ളത്. ജസ്റ്റ് നമ്മളൊരു ബ്ലേഡ് എടുക്കുക, ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇത് നിർബന്ധമാണ്. അയച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തത് ഒക്കെ വെറുതെ ആക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു ടൈം കഴിയുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഗ്രാഫ്റ്റിങ് പിടിച്ചതൊക്കെ എന്തായി പോവും, വലുതായി വന്ന് പൊട്ടിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്നും ഓർമ്മയിലുണ്ടാവണം. പിടിച്ച് കഴിഞ്ഞോ നമ്മളത് അയച്ചു കൊടുക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. കണ്ടില്ലേ, ഇതും ഗ്രാഫ്റ്റിംഗ് പിടിച്ചതാണ്. ഇവിടെയാണ് ഇപ്പുറത്തെ സൈഡാണ് ചെയ്തത്, അതുകൊണ്ടാണ് കാണാത്തത്. ഇവിടെയാണ് ചെയ്തത്, പിടിച്ചു. ഇതിപ്പോൾ കറക്റ്റ് ടൈമാണ് നമ്മൾ കട്ട് ചെയ്തത്. ഓവറായിട്ട് എന്തില്ല, ഇത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു പീസ് കൂടി ഉണ്ട്, അതായത് 1 2 3 4, ഇത് ഞാനിപ്പോൾ അയച്ചാണ്. ഒരു പീസും കൂടി നമുക്ക് അയക്കാനുണ്ട്. അത് ഇതാ ഇവിടെയാണുള്ളത്. അതുകൂടി അയച്ച് കാണിച്ചു തരാം. നമ്മൾ ചുറ്റിയത് ഇത് കുറച്ച് ഓവറായി പോയി എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത് നമ്മൾ ആ ചുറ്റ് വലിഞ്ഞു മുറിക്കേണ്ട അടയാളങ്ങൾ അത് അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോഴും അയച്ചിട്ടില്ലെങ്കിൽ ഗ്രാഫ്റ്റിന് പണിയാവുമായിരുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇപ്പോൾ അടിയിലൊക്കെ ആ ചുറ്റിയ ഏരിയ കംപ്ലീറ്റ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ടോപ്പും ബോട്ടവും നല്ല രീതിയിൽ തടിയും വെച്ചിട്ടുണ്ട്. ഇതിപ്പം അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണിയിട്ടായിരുന്നു. പിടിച്ച ഗ്രാഫ്റ്റൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു. ഇത് ഇത്രയും ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സമയത്തും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്. ഗ്രാഫ്റ്റിംഗ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈം പരിധിയിൽ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഇത് ഞാൻ 5 ഗ്രാഫ്റ്റ് ചെയ്തതാണ്. 5ഉം പിടിച്ചു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നതാണ്.